ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടേണ്ടതായിട്ടുള്ള വലിയൊരു അത്യാവശ്യ കാര്യമുണ്ടോ എങ്കിൽ ചേച്ചി പറയുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നടക്കേണ്ടുന്ന ഏത് കാര്യവും, ഒരു കാര്യം, നിറയെ കാര്യമല്ല, ഒറ്റ ഒരു കാര്യം, അത്യാവശ്യമുള്ള ഒരു കാര്യം ചേച്ചി പറയുന്ന ഇതുപോലെ ചെയ്താൽ അത് 100% അത് നടന്നിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഒന്ന് ചെയ്ത് നോക്കാം. അതാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് വേറൊന്നുമല്ല, ഏഞ്ചൽ നമ്പറാണ് 12 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് നമുക്ക് നടക്കേണ്ടുന്ന ഒരു കാര്യം സാധിച്ചു തരുന്നത്. അതിന് ക്രിസ്ത്യൻസെന്നോ മുസ്ലിംസെന്നോ ഹിന്ദുവെന്നോ യാതൊരു ഇതുമില്ല. ആർക്ക് വേണമെങ്കിലും ഇത് എഴുതാവുന്നതാണ്. അവരവരുടെ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ, ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശുവോ, മുസ്ലിം ആണെങ്കിൽ അല്ലാഹുവോ, നമ്മുടെ ഹിന്ദുസ് ആണെങ്കിൽ നമ്മുടെ ഇഷ്ടദൈവം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദൈവം ഉണ്ടല്ലോ. ആ ഇഷ്ടദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് എന്ത് കാര്യമാണോ സാധിക്കേണ്ടുന്നത് അത് നിങ്ങൾക്ക് ഈ നമ്പർ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ കുളിച്ചേ ചെയ്യാവുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുളിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ കുളിച്ചില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അങ്ങനെയൊന്നുമില്ല. കുളിച്ചില്ലെങ്കിലും ചെയ്യാം, നോൺ വെജ് കഴിച്ചാലും ചെയ്യാം, പിന്നെ പുലവാലാൽമയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ചെയ്യാം. ഏതിനും നിങ്ങൾക്കിത് ചെയ്യാം. അങ്ങനെ ഒന്നും നിങ്ങളിത് എഴുതാതിരിക്കേണ്ട. നിങ്ങൾക്ക് എത്ര പോലെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നൊയമ്പുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് വ്രതം എടുത്താലും ചെയ്യാവുന്നതാണ്. ഇതിന് യാതൊരു ഇത് നോക്കേണ്ടുന്ന കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ അങ്ങ് എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത് എഴുതേണ്ടുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ സമയം. അതിനുള്ളിൽ നിങ്ങൾ എഴുതിയിരിക്കണം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഇതിനുള്ളിലാണ് ഈ സംഖ്യ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാം. അത് എഴുതേണ്ടതെന്ന് പറയുന്നത് നീല കളർ മഷിയിലോ പച്ച കളർ മഷിയിലോ വേണം ഇത് എഴുതാൻ. ഒരു കാരണവശാലും കറുപ്പോ ചുവപ്പോ മഷി എടുക്കരുത്. അതുപോലെ തന്നെയാണ് ഇത് എഴുതിയിട്ട് നമ്മൾ 21 ദിവസവും ഇത് എഴുതണം. അല്ലാതെ ഇന്ന് ഒരു ദിവസം എഴുതിയിട്ട് നാളെ എനിക്ക് സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഇത് മുടങ്ങാതെ 21 ദിവസവും നിങ്ങൾ എഴുതണം. ഇടയിൽ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുടങ്ങിപ്പോയെങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് നിങ്ങൾ തുടങ്ങിയിരിക്കണം. അല്ലാതെ പിന്നെ അങ്ങോട്ട് പകുതി നിർത്തിയിട്ട് പിന്നെ ഒരു ദിവസം എക്സ്ട്രാ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇത് എഴുതി കഴിഞ്ഞാൽ നിർത്താതെ 21 ദിവസം നിങ്ങൾ എഴുതിയിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ അർജൻറ്റായ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടാണ് നമ്മളിത് എഴുതുന്നത്. ആ കാര്യം നമുക്ക് സാധിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നൊരു കാര്യം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ട് ഇത് എഴുതുമ്പോൾ ആ എഴുതുന്നതിൻ്റെ ഫലം 21 ദിവസത്തിനുള്ളിലാണ് നടക്കുന്നത്. അത് നടന്നതിന് ശേഷം നമുക്ക് ഇനി എന്തെങ്കിലും കാര്യം നമുക്ക് സാധിച്ച് കിട്ടാനുണ്ടെങ്കിൽ ഈ 21 ദിവസം കഴിഞ്ഞ് പിന്നെ 7 ദിവസം കഴിയണം. 7 ദിവസവും കൂടെ കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. വീണ്ടും അതുപോലെ തന്നെ 21 ദിവസം എഴുതണം. അതുപോലെ തന്നെയാണ് നമ്മളിത് എഴുതുമ്പോൾ നമ്മുടെ എത്ര സുഹൃത്തുക്കളായാലും എത്ര വേണ്ടപ്പെട്ടവരായാലും നമ്മൾ ഇങ്ങനൊരു കാര്യം എഴുതിയെന്ന് നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾക്ക് ഈ 21 ദിവസത്തിനകം ഇത് സാധിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും പറയാം. കാരണം അവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാമല്ലോ. അതിനു മുമ്പ് നിങ്ങൾ പറയുകയേ ചെയ്യരുത്. പിന്നെ ഈ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യാതെ ചുമ്മാതെ അങ്ങോട്ട് ചെന്ന് 12 എഴുതിയും ചൊല്ലി നിങ്ങൾക്ക് ഒന്നും നടക്കത്തില്ല. നിങ്ങൾ
മനസ്സ് തുറന്ന് നിങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ആവശ്യമാണോ നടക്കേണ്ടുന്നത് അത് ഈ പ്രപഞ്ച ശക്തികളോട് നമ്മൾ പറയണം, നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പറയണം. ഇത് തരുന്ന നമ്മൾ ഈ പ്രപഞ്ച ശക്തികളെല്ലാം കൂടാണ് നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ അതിൻ്റെ ഒരു പോസിറ്റീവ് നമുക്കിതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ടെന്ന് എഴുതുന്നുണ്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് വിരലിലാണെന്ന് വെച്ചാൽ നമ്മുടെ മോതിര വിരലിലാണ് ഇത് ചെയ്യേണ്ടുന്നത്. മോതിര വിരലിൽ നമ്മൾ മോതിരം കിടക്കുകയാണെങ്കിൽ മോതിരത്തിൻ്റെ ഇട്ടിട്ട് ഇങ്ങോട്ടൊരു ഈ ഭാഗം ഉണ്ടല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് എഴുതി തുടങ്ങും. മോതിരത്തിൻ്റെ ആ ഇട്ട വളയത്തിന് തൊട്ടടുത്തായിട്ട് 12 12 എന്ന് എഴുതി പോകണം. അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് എഴുതരുത്, ഇവിടുന്ന് അങ്ങോട്ട് വേണം എഴുതാൻ. ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ചേച്ചി. ഇതിപ്പോൾ ഏത് മഷിയാന്നൊന്നും നോക്കിയില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതുക. കണ്ടില്ലേ 12 12 ഇതുപോലെ കാണുന്നോ? 12 12 ഈ മോതിരത്തിൻ്റെ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് എഴുതി തുടങ്ങണം. അവിടുന്ന് ഈ വശത്ത് ഇങ്ങോട്ട് എഴുതലും ഈ മോതിരത്തിൻ്റെ വളയത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് എഴുതണം 12 12. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുമ്പം തന്നെ നിങ്ങൾ നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങളിത് എഴുതിയതിന് ശേഷം അരമണിക്കൂർ ഇത് മായാതെ സൂക്ഷിക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് മാഞ്ഞു പോയാൽ കുഴപ്പമില്ല. അരമണിക്കൂറിന് മുമ്പ് ഇത് എഴുതിയ അരമണിക്കൂറിന് മുമ്പ് ഇത് മായരുത്. അത് നിങ്ങൾ നോക്കിക്കോണം. അതിന് നിങ്ങൾ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ നമ്മൾ മൈലാഞ്ചിയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ പിന്നെ എങ്ങും തട്ടാതൊക്കെ നോക്കുന്നില്ലേ, അതുപോലെ നമ്മൾ ഇത് വേറെ എങ്ങും പെടാതെ നമ്മൾ നോക്കിയാൽ മതി. എന്തായാലും നമ്മളൊരു ആവശ്യത്തിനാണ് എഴുതുന്നത്, അപ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്, നല്ലൊരു ഏഞ്ചൽ നമ്പരുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും 12 12 എന്ന് എഴുതി നിങ്ങളുടെ ഏറ്റവും വലിയ, അതിപ്പോൾ അസുഖങ്ങളാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമാവാം, അല്ലെങ്കിൽ ജോലിയാവാം, അങ്ങനെ പല കാരണങ്ങളായിരിക്കാം. അത് നിങ്ങൾക്ക് നല്ല മനസ്സോടെ ദൈവത്തിനോട് നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിച്ചിത് എഴുതി, ഭഗവാനെ എനിക്കിത് സാധിച്ചു തരണേ, ഞാൻ ഇങ്ങനെ എഴുതുവാണെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് നിങ്ങൾ എഴുതി ആ 21 ദിവസം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നടന്നിരിക്കും. നടന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് വന്ന് മെസ്സേജ് വിടണം, നടന്നില്ലെന്നെങ്കിൽ വന്ന് ചീത്തയും പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചേച്ചി വരുന്നതായിരിക്കും. അതുവരെ